ഒരുപാട് ഫാമിലികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫാമിലീസും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സും ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത 2 പേര് തീർച്ചയായിട്ടും ആദിലയും നൂറയുമാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് നമ്മുടെ ലക്ഷ്മി അത് ഒരു പക്ഷേ പറഞ്ഞു പോയതായിരിക്കാം കേട്ടോ. എന്ത് തന്നെ ആയിക്കോട്ടെ. ലക്ഷ്മി പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിക്കൊള്ളാം. അതുപോലെ ഇവിടെ വന്ന ഓരോ അമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഇറങ്ങിയാൽ ഉടനെ വീട്ടിൽ വരണം, എന്നെ വിളിക്കണം, ഞങ്ങളെ വിളിക്കണം, നിങ്ങൾക്ക് എപ്പോൾ വേണോ വരാം, ഞങ്ങളുടെ മക്കളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ശരിക്കും ആദിലയും നൂറയും ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ അവരൊരു ലൈവ് പോയാൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് ആണ്. സോ അവർക്ക് ഇത്രയും വലിയ സ്വീകാര്യത കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. പക്ഷെ ഇപ്പോഴും ഹേറ്റ് കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മനുഷ്യത്വമില്ലാത്ത മനുഷ്യന്മാർക്ക് നമ്മുടെ ഇടയിലുണ്ട്. വേറെ ഒന്നും വേണ്ട, രണ്ടും മനുഷ്യന്മാരാണെന്ന പരിഗണന പോലും കൊടുക്കാൻ മനസ്സില്ലാത്ത ആൾക്കാർ. അവർക്കിടയിൽ ഒരുപാട് പേര് ആദിലയും നൂറയും അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കി ഇന്ന് അവർക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻസിന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും കൊടുത്ത സ്നേഹം ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ആദിലയും നൂറയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, അതായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും ഹേറ്റ് പുറത്തുണ്ടായിട്ട് അകത്ത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാരെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർക്ക്. ആ സന്തോഷം അവരുടെ മുഖത്തുണ്ട്. മറ്റൊരു കാര്യം, ഈ ആദില നൂറയെ പിടിച്ചു വച്ചിരിക്കുകയാണ്, നൂറയെ കെണിപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഒക്കെ കാണുന്നുണ്ടേ. ഇവരാരും കാണുന്നില്ല നൂറ എത്രത്തോളം ആദിലേക്കാൾ സ്ട്രോങ് ആണ്. അവരുടെ സ്നേഹബന്ധത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആളെ നൂറയാണ്. ഒരുപക്ഷെ കൂടുതൽ ആദിലെ പ്രൊട്ടക്ട് ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ശരിക്കും നൂറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ അയ്യോ ആദില മാത്രമാണ് അങ്ങനെ, ആദില നൂറയെ കെണിപ്പെടുത്തിയാണെന്ന് കരുതുന്ന ആൾക്കാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഇവരെക്കുറിച്ചൊന്നും ബേസിക് ആയിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. അവർക്കിടയിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. എന്നാൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു സമൂഹവുമുണ്ട്. ഈ സമൂഹത്തിൽ എല്ലാവരും ആദിലയും നൂറയും പോലെ ആകണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ ആദിലയും നൂറയും പോലെ ആകുന്ന മനുഷ്യർക്കും നമ്മൾ എല്ലാവരെയും പോലെ ജീവിക്കാൻ, തുല്യമായി ജീവിക്കാൻ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യത്വമുള്ള തുല്യതയുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.